സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ പെൺവാണിഭം സജീവമാകുന്നു. ഇന്നലെ നടന്ന പോലീസ് റെയ്ഡിൽ പ്രമുഖ മോഡൽ ഉൾപ്പെടെ 8 പേർ പിടിയിലായി. ചുംബന സമര സംഘാടകനായ രാഹുൽ പശുപാലനും പ്രമുഖ ഗുണ്ടാത്തലവനായ കാസർഗോഡ് അക്ബറും അറസ്റ്റിൽ. വിശദാംശങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, പ്രമുഖരാണ്, ഒരുപക്ഷെ ചുംബന സമരവുമായി ബന്ധപ്പെട്ട് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് എന്തായാലും അറസ്റ്റിലാകപ്പെട്ടിരിക്കുന്നത്. ഏത് രീതിയിലായിരുന്നു ആ കേസ് വഴിത്തിരിവിലേക്ക് പോയതും എങ്ങനെയാണ് പോലീസിന് വിവരം ലഭിക്കുന്നതും അറസ്റ്റിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, ആരൊക്കെ പിടിയിലായി? സംസ്ഥാന വ്യാപകമായി തന്നെ ലൊക്കാൻഡോ എന്നുള്ള ഒരു ഓൺലൈൻ വെബ്സൈറ്റിലൂടെ ഇത്തരത്തിൽ പെൺവാണിഭം നടന്നുവരുന്നതായി നേരത്തെ തന്നെ പരാതികൾ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കർശനമായ നിരീക്ഷണമാണ് നടത്തുക. സൈബർ പോലീസ് കർശന നിരീക്ഷണവും ഏർപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി നടന്ന റെയ്ഡിൽ ഇത്തരത്തിൽ 7 പേർ, ആദ്യം 6 പേരാണ് പിടിയിലായത്. ഇത് ഓൺലൈൻ പെൺവാണിഭം നടത്തിയതിനാണ് ഈ 6 പേർ പിടിയിലായിരിക്കുന്നത്. മറ്റ് 7 പേർ കൂടി, മൊത്തത്തിൽ 15 പേരാണ് ഇതിനോടകം തന്നെ പിടിയിലായിരിക്കുന്നത്. ഇതിൽ 6 പേർ ഇത്തരത്തിൽ ഓൺലൈൻ പെൺവാണിഭം നടത്തിയതിനും മറ്റ് 7 പേർ ഫേസ്ബുക്കിൽ കൊച്ചു സുന്ദരി എന്നൊരു പേജ് ഉണ്ടാക്കി ആ പേജ് വഴി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ നഗ്നത പ്രദർശിപ്പിച്ചതിനാണ് ഈ 7 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയും പിടിയിലായവരിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും നെടുമ്പാശ്ശേരിയിൽ നിന്നും ചുംബന സമരത്തിന്റെ നേതൃത്വം വഹിച്ചിട്ടുള്ള രാഹുൽ പശുപാലിന്റെ ഫ്ളാറ്റിലും റെയ്ഡ് നടത്തുകയുണ്ടായി. രാഹുലിനെയും രാഹുലിന്റെ ഭാര്യയും പ്രശസ്ത മോഡലുമായിട്ടുള്ള രശ്മിയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെയാണ് കാസർഗോഡുള്ള ഒരു കുപ്രസിദ്ധ ഗുണ്ടയും പിടിയിലായിരിക്കുന്നത്. അക്ബർ എന്ന ഗുണ്ട പിടിയിലായിരിക്കുന്നത്. അക്ബർ തന്നെയാണ് ഇതിന് പ്രധാന മേൽനോട്ടം വഹിച്ചത്. പ്രധാന സൂത്രധാരൻ അക്ബറാണ് എന്നാണ് ഇപ്പോൾ നിലവിൽ സൈബർ പോലീസിന് അറിവ് ലഭിച്ചിട്ടുള്ളത്. ഇത് IG ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരത്തിൽ റെയ്ഡും അറസ്റ്റും നടത്തിയിരിക്കുന്നത്. സൈബർ സെൽ ആസ്ഥാനത്ത് സൈബർ സെൽ ആസ്ഥാനത്ത് ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവരാനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പെൺകുട്ടിയെ ഇരയായി കണ്ടുകൊണ്ട് ഇതിനെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘ തലവനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അദ്ദേഹം ഉച്ചയോടുകൂടി IG ശ്രീജിത്ത് ഇത് സംബന്ധിച്ചുള്ളൊരു വാർത്താ സമ്മേളനം വിളിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെയും ലൊക്കാൻഡോ എന്നുള്ള ഈ ഓൺലൈൻ വെബ്സൈറ്റ് വഴിയുള്ള പെൺവാണിഭം നേരത്തെയും വ്യാപകമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാസം മുമ്പ് ഇതിനോടകം തന്നെ ഒരു 15 പേരെ നേരത്തെയും അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കൂടുതൽ നിരീക്ഷണങ്ങൾ സൈബർ പോലീസ് ശക്തമാക്കുകയും ഇപ്പോൾ 15 പേർ വീണ്ടും പിടിയിലായിരിക്കുന്നത്. പ്രജീഷ്, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. സുപ്രധാനമായ കേസ് ആണ് ഒരുപക്ഷെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചുംബന സമരവുമായി ബന്ധപ്പെട്ട് നേതൃത്വം നൽകുന്ന ഒട്ടേറെ പേരെയും രാഹുൽ പശുപാൽ അടക്കമുള്ളവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദാംശങ്ങളാണ്.